നമസ്കാരം. എക്സിറ്റ് പോൾ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അവസാനിപ്പിക്കാൻ സമയമായി. കാരണം ഇനി യഥാർത്ഥ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഞങ്ങൾക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ പര്യടനത്തിനായി പറഞ്ഞയച്ചത് മീഡിയ വൺ ആയിരിക്കും. 15 സംസ്ഥാനങ്ങളിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ സന്ദർശനം നടത്തുകയും അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാർത്തകളുമൊക്കെ നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തത്. അവിടുത്തെ പൾസ് എന്താണ് എന്നാണ് നമ്മൾ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഞങ്ങൾ കണ്ടത് എന്താണ് എന്ന് പറയുകയാണ്. എനിക്ക് കൂടെയുള്ളത് ഒന്ന് നമ്മുടെ ഡൽഹി ബ്യൂറോ ചീഫ് ഡി ധനസുമൂദാണ്, മറ്റൊന്ന് തൗഫീഖ്, PR അരവിന്ദ്, സജു തോമസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 15 സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ പോയ ആളുകളാണ്, വേറെയും ആളുകളുണ്ട്. ഈ കുറഞ്ഞ സമയത്തിൽ ഈ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ധനസുമൂദ്, നമ്മൾ ഈ ഓരോ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ പൾസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ സാധാരണ പോളിംഗ് ബൂത്ത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരോട് നമ്മൾ ചോദിക്കാറുണ്ട്, ക്യാ മുദ്ദ കെ ലിയെ ആപ്കാ മതദാൻ, ഏത് വിഷയത്തിലാണ് അങ്ങ് വോട്ട് ചെയ്തത്. അപ്പോൾ പറയാണ് റോസ്ഗാരി, വിലക്കയറ്റം, മെഹങ്കായി തുടങ്ങിയ വിഷയങ്ങളാണ് പറയുമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സർക്കാർ വിരുദ്ധ വോട്ടാണെന്ന്. പക്ഷേ ദേശസുരക്ഷ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികം അറിയാമല്ലോ ഇത് ആർക്കാണ് വോട്ട് ചെയ്യുന്നുള്ള കാര്യം. പോളിംഗ് ഡേ അല്ലെങ്കിൽ ആ സാധാരണ ആൾക്കാരോട് ചിലപ്പോൾ നമ്മൾ പറ്റിക്കാറുണ്ട്. കാര്യം ഞാൻ വാരണാസി പോയപ്പോൾ ഇതുപോലെ ആദ്യം ഒരു റിക്ഷക്കാർ 3-4 പേരുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു എങ്ങനെയാണ് പോളിംഗ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത് വിലക്കയറ്റമാണ്, തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു സർക്കാർ വിരുദ്ധ ബൈറ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൈക്ക് നീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറയാണ് 101% മോഡി ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായിട്ട് ടാക്ടിക്കലായിട്ടൊക്കെ പറയാൻ പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ പലപ്പോഴും നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സൈക്കോളജിയിൽ അയാൾ ആർക്കാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേരായിരിക്കും ആദ്യം വരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കിലൂടെയാണ് നമ്മൾ. ഞാൻ ആദ്യം പോയത് അവിടുത്തെ ഈ പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളെയും അവിടുത്തെ ചായക്കടകൾ കേന്ദ്രീകരിച്ചാണ് പോയത്. പക്ഷെ പല ചായക്കടകളിൽ പോയാലും അവര് ക്യാമറ കാണുമ്പോൾ പറയാൻ ആഗ്രഹിക്കാത്തത് ക്യാമറ മാറ്റി കഴിഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം ക്യാമറ കാണുമ്പോൾ അടുത്ത് ഈ സർക്കാർ രൂപീകരിക്കുമ്പോൾ അവർക്ക് തിരിച്ചടിയാകുമോ അത്തരത്തിലുള്ള ആശങ്ക. നമ്മളെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകും, ചായ കഴിക്കാൻ പോകും, മുടി വെട്ടാൻ പോകും. ആ സമയത്തൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് ശരിയായ പൾസ് കിട്ടും. ചിലപ്പോൾ ക്യാമറയിൽ വന്നിട്ട് അവർ കറക്റ്റ് കാര്യം നമ്മുടെ അടുത്ത് പറയത്തില്ല. പക്ഷെ അല്ലാതെ പറയുമ്പോൾ അവർ പറയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റം രൂക്ഷമായി തുടരുന്നുണ്ട്, ബീഹാറിലൊക്കെ തൊഴിലില്ലായ്മ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ക്യാമറയിൽ പറയാത്തത് പലരും പറയുന്നുണ്ട്. ഈ അഗ്നിപത് പദ്ധതി അടക്കം വന്നതിലൂടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ക്യാമറയിൽ പറഞ്ഞവരുമുണ്ട്, ധൈര്യപ്പെടുന്നവരുണ്ട്, അല്ലാത്തയും പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. തൗഫീഖ് എന്താ പറയുന്നത്? സാധാരണ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചെല്ലുന്ന സ്റ്റേറ്റിൽ ആദ്യം കാണുന്ന ആളോട് ആദ്യമായിരിക്കും നമ്മൾ ചോദിക്കുക എന്താണ് ഇവിടെ ആർക്കാ ചാൻസ്, നിങ്ങൾ ഏത് പാർട്ടിക്ക് ജയിക്കുക, നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമ്മളെ ടാക്സിക്കാരനോടാണ് ചോദിച്ചത്. ഇപ്പൊ പുള്ളിക്കും ആശങ്കയൊന്നുമില്ല, മധ്യപ്രദേശാണോ BJP തന്നെയായിരിക്കും എന്നുള്ള നിലയിൽ തന്നെ മൂപ്പര് സംസാരിച്ചത്. അപ്പൊ എന്തെങ്കിലും ചാൻസ് കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കും ഉണ്ടോ എന്നും കൂടി നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുമല്ലോ. നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയൊക്കെ നമ്മളങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു സാധ്യതയില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാധനമായിരുന്നു നമുക്ക് അവിടെ നിന്ന്. അങ്ങനെ ഒരുപാട് ആളുകളോട് സംസാരിച്ചാണ് നമ്മൾ അവിടുത്തെ പൾസ് മനസ്സിലാക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. ഇനി പോട്ടെ, നമുക്ക് ആദ്യം UP എങ്ങനെ പോകും? എന്താണ് UP ഒരു അവസ്ഥ? ഈ UP ജയിച്ചാൽ ഇന്ത്യ ജയിച്ചു എന്നാണല്ലോ ഒരു അർത്ഥവാക്യം. അങ്ങനെ സാധ്യത ഇത്തവണ അങ്ങനെയെങ്കിൽ UP ജയിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഇന്ത്യ ജയിക്കാവുന്നൊരവസ്ഥ പലർ ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണ് UP ഇന്ത്യ മുന്നണിക്ക് വല്ല സാധ്യതയുണ്ടോ? BJP അല്ലെങ്കിൽ അടിച്ചു കയറുമോ? എന്താണ് അവസ്ഥ? ഈ വാജ്പേയി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹിയിലേക്കുള്ള വഴി ലക്നൗ വഴിയാണെന്ന്. കാര്യം ആദ്യം നമ്മൾ 80 സീറ്റ് ഉള്ള ഇവിടെ പിടിക്കുക, UP പിടിക്കുക എന്നുള്ളത് വളരെ പ്രയത്നം തന്നെയാണ്. കാര്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള കഴിഞ്ഞ തവണയായാലും അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ 2 പാർട്ടികളാണ്, സമാജ്വാദി പാർട്ടിയും BSP. ഇവർ ഒരുമിച്ച് നിന്നാണ് മത്സരിച്ചത്. അതായത് ഒരു CPM-ഉം കോൺഗ്രസും കൂടി ഒരുമിച്ച് കേരളത്തിൽ എങ്ങനെ മത്സരിക്കാവും അതുപോലത്തെ ഒരു ഗഡ്ബന്ധൻ അങ്ങനെയായിരുന്നു. പക്ഷേ ആ സഖ്യത്തിന് പോലും തോൽപ്പിക്കാൻ BJP പറ്റിയില്ല. കാര്യം 10 സീറ്റ് BSPക്കും 5 സീറ്റ് സമാജ്വാദി പാർട്ടിക്കുമാണ് കിട്ടിയത്. പക്ഷേ ഇപ്രാവശ്യം അന്നത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേതാക്കന്മാർക്കിടയിൽ മാത്രമായിരുന്നു സഖ്യം ഉണ്ടായിരുന്നത്, താഴെത്തട്ടിൽ അണികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. BSPയുടെ വോട്ട് മുഴുവൻ ചോർന്ന് BJPയിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെന്ന് കാണുക എന്ന് പറയുമ്പോൾ ഈ സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് പാർട്ടി ഏതാണ് തിരിച്ചറിയാനാവാത്ത രീതിയിൽ ഇവർ
ചേർന്ന് നിൽക്കുന്നതാണ്. ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം ചുവപ്പ് തൊപ്പി പിടിച്ച് പച്ച ഷോള് വിട്ട് സമാജ്വാദി പാർട്ടിക്കാർ തന്നെയാണ് അജയ് റായിയെ വാരണാസിയിൽ കൊണ്ടു നടക്കുന്നത്. അതേസമയം കാട്ടിക്കൂട്ടൽ മാത്രമാണോ അല്ലെങ്കിൽ അങ്ങനെ അല്ല, അവരുടെ ആത്മാർത്ഥമായിട്ട് തന്നെ. കാര്യം നമ്മൾ അമേഠിയിലെ ഓഫീസിലേക്ക് പോയ സമയത്തും ഇത് തന്നെ കണ്ടത്. അമേഠിയിലെ ഓഫീസിൽ കോൺഗ്രസിന്റെ DCC ഓഫീസിൽ അവിടെ എത്തിയത് കൂടുതലും സമാജ്വാദി പാർട്ടിക്കാരായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിലൊരു ഐക്യം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ BSPയുടെ വോട്ട് BSP ഒരു തടത്തും ഒരു മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള അവരുടെ ഒരു വോട്ട് എങ്ങോട്ടാണ്, സൈലന്റ് വോട്ടാണ്, ഇത് എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഒരു ധാരണ, ഒരു രഹസ്യ ധാരണ BJPയുമായിട്ട് BSPക്ക് ഉണ്ടോ? BSPക്ക് ഒരു ധാരണ ഉണ്ടെന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJPക്കെതിരെ ഈ മായാവതി അവരുടെ ഒരു അടുത്ത പിൻഗാമിയാണെന്ന് പ്രഖ്യാപിച്ച അവരുടെ അനന്തരവനെ കൊണ്ടുവന്നിരുന്നു. അയാൾ BJPക്കെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അയാളുടെ സ്ഥാനം പോവുകയാണ് ചെയ്തത്. പിന്നെ അയാൾ പൊളിറ്റിക്കൽ കോർഡിനേറ്റർ അല്ല, അയാൾക്ക് രാഷ്ട്രീയ പക്വത ഇല്ലെന്നാണ് മായാവതി പറഞ്ഞത്. അങ്ങനെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അപ്പൊ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ തമ്മിലൊരു ധാരണയുണ്ട്. അത് ഞാനിപ്പോൾ ചെറിയ ഉത്തർപ്രദേശിന്റെ കാര്യമാണെങ്കിലും ഡൽഹിയിലെ കാര്യം ഒന്ന് സാജു നോക്കിയതാണ്. സാജുനോട് സംസാരിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞാല് ഈ ഘടകങ്ങൾ, അതായത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് തമ്മിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നു, മറുവശത്ത് BSPയുടെ വോട്ട് എങ്ങോട്ട് പോകുന്നുള്ള ആശങ്കയുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും, എത്ര സീറ്റ് NDAക്ക് കിട്ടും? അല്ലെ, നമ്മൾ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സംസ്ഥാനമായിട്ട് മാത്രം നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാര്യം വടക്ക് പടിഞ്ഞാറൻ UPയിലെ പ്രശ്നമല്ല ഒരു മധ്യ UPയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ അതല്ല നേപ്പാളിന്റെ അതിർത്തിയോടുള്ള ഈ മൂന്ന് ഘട്ടങ്ങളിലായി സുമോദ് യാത്ര ചെയ്തിട്ടുണ്ട്. അതെ, ഈ വടക്ക് പടിഞ്ഞാറൻ UPയിലെ ഒരു ജാട്ട് മേധാവിത്വമുണ്ട്. ജാട്ടുകൾ ഇപ്പോൾ BJPക്കെതിരാണ്. അത് അവർക്ക് അനുകൂലമാക്കാൻ വേണ്ടി BJP ചെയ്തത് ജാട്ട് നേതാവ് കൂടിയായിരുന്ന ചൗധരി ചരൺ സിംഗിന് മുൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുക, അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പാർട്ടിയിലേക്ക് BJP പാളയത്തിലേക്ക് എത്തിക്കുക, അവർക്ക് 2 സീറ്റ് കൊടുക്കുക, അങ്ങനെ അത് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ വാരണാസി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ അങ്ങനെ ഒരു വരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വോട്ട് അതുകൊണ്ട്. അതേസമയം നമുക്കൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി ഈ കേരളത്തിലെ വോട്ടിംഗ് നടന്നു കഴിയുമ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഈ വർഗീയത പറഞ്ഞില്ല. അതായത് കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു മതേതരത്വം ഉള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പച്ചവർഗീയതയാണ് പറഞ്ഞത്. ഇത് പലപ്പോഴും ഈ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. നമുക്ക് സമയം കുറവുണ്ട്, അതുകൊണ്ട് ആ നമ്പറിലേക്ക് സുമോദിന് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ? സുമോദിന്റെ എക്സിറ്റ് പോൾ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഒരു എത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ഒരു 20 സീറ്റിനപ്പുറത്തേക്ക് ഒരു ഇന്ത്യ മുന്നണിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് 20 സീറ്റാണ് അവിടുത്തെ പൾസ് മനസ്സിലാക്കിയ 3 തവണ UPയിൽ യാത്ര ചെയ്ത ധനസുമോദിന്റെ ഒരു എക്സിറ്റ് പോൾ. ബീഹാറിൽ യാത്ര ചെയ്ത PR അരവിന്ദ് നമ്മോടൊപ്പം ചേരുന്നത്. അരവിന്ദ്, ബീഹാർ ഇത്തവണ അതിനിർണായകമായൊരു സ്റ്റേറ്റാണ്. എന്താണ് അവിടുത്തെ ഒരു സാധ്യത? ബീഹാറിൽ നമ്മൾ 2019 നോക്കുകയാണെങ്കിൽ 39 സീറ്റിൽ അവിടെ NDA സഖ്യം വിജയിച്ചിരുന്നു. പക്ഷെ അത്തരം ഒരു തരംഗം 39 അല്ലെങ്കിൽ 30-ന് മുകളിലേക്ക് NDA പോകാനുള്ള സാധ്യതകൾ കുറവാണ്. ഒരുപക്ഷെ 25-നും 30-നും ഇടയിൽ സീറ്റുകൾ NDAക്ക് അവിടെ ലഭിക്കാം. ബാക്കി 10 സീറ്റ് ഇന്ത്യ സഖ്യം ശക്തമായ പോരാട്ടം ഇവിടെ ബീഹാറിൽ കാഴ്ചവെക്കുന്നത്. കാരണം പ്രധാനമായും ഉള്ള അവിടെ ഫാക്ടർ തേജസ്വി യാദവ് എന്നൊരു നേതാവാണ്. തേജസ്വി യാദവ് ആണ് അവിടെ ഇന്ത്യ സഖ്യത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ റാലികളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള വലിയ ജനക്കൂട്ടമാണ്. ആ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നടക്കും തേജസ്വി യാദവിന്റെ റാലി കാണാൻ ഒരുപാട് ജനങ്ങൾ എത്തുന്നുണ്ട്. കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തേജസ്വി എന്നൊരു ഫാക്ടറാണ് RJDക്ക് തുണയായത്. അത് ഇത്തവണ തുണയാകും. പക്ഷേ അവിടെ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ NDA മറിച്ച് മുകളിലോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമോ എന്നതാണ് ഏറ്റവും ഉയർന്ന ചോദ്യം. കാരണം മോദി എന്നുള്ള പേര് കർഷകർക്കിടയിലായാലും പാവപ്പെട്ടവർക്കിടയിലായാലും ഇപ്പോഴും ഉണ്ട്. പല പാവപ്പെട്ടവരായാലും കർഷകരായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അവർ ക്യാമറയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നത് എന്ത് ലഭിച്ചു, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ വോട്ട് ആർക്കെന്ന് ചോദിക്കുമ്പോൾ മോദി, ആ ഒരു പേര് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് കൃത്യമായി മോദിയെ ജയിക്കുള്ളൂ എന്നുള്ള പ്രഭാവം പലയിടത്തായിട്ട് BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ JDUവിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? നമുക്കറിയാം നിതീഷ് കുമാർ കൂറുമാറി പോകുന്നതാണ്. നിതീഷ് കുമാറിനെതിരെ ഈ കൂറുമാറുന്നത് ഒരു വലിയ വിഷയമായി ബീഹാറിലെ ജനങ്ങൾ കാണുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശീലമായി. കാരണം വർഷങ്ങളോളമായി നിതീഷ് കുമാർ മാറിയില്ലെങ്കിലും മാത്രമേ ബീഹാറിലെ ജനങ്ങൾക്ക് പ്രശ്നം. അവർ ബീഹാറിൽ കൃത്യമായി വികസനം നടക്കുന്നുണ്ട്. ബീഹാറിൽ നമ്മൾ മലയാളികൾ ഇപ്പം ബീഹാറിൽ പോകാത്ത മലയാളികൾ പറയും ബീഹാർ എന്ന് പറഞ്ഞ് ഉദാഹരണം പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ബീഹാറിൽ എത്തിയാൽ ബീഹാറിലെ സ്ഥിതികൾ മാറിയിട്ടുണ്ട്. നല്ലപോലെ മികച്ച രീതിയിൽ വികസനം വരുന്നുണ്ട്, നിലവാരം ഉയരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂട്ടി വായിച്ച് അവസാന നമ്പറിലേക്ക് വരും. NDAക്ക് ഒരു 25 മുതൽ 30 സീറ്റുകൾ, ഇന്ത്യ സഖ്യം ഒരു 10 മുതൽ 15 സീറ്റ് വരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ.
ഓക്കെ. നൗഫൽ മറ്റൊരു കാര്യം കൂടി നൗഫലിനോട് ചോദിക്കാനുണ്ട്. കാര്യം നൗഫൽ ഇപ്പൊ നമ്മളോടൊക്കെ ചോദിച്ചല്ലോ. നൗഫൽ രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലേക്ക് പോയതാണ്. രാജസ്ഥാനിലുള്ള അവസ്ഥ എന്താണ്? കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും സംഭാവന നൽകാത്ത ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ. മാത്രമല്ല അതിനിടയിൽ കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ നിയമസഭയിലേക്ക് വോട്ട് കൊടുക്കുന്നു, ലോക്സഭയിലേക്ക് വന്നു കഴിയുമ്പോൾ കോൺഗ്രസിനെ തുണക്കുന്നില്ല. ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും? രാജസ്ഥാനിൽ കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 25 BJP കിട്ടാനുള്ള ഒരു സാധ്യതയും ഇത്തവണയില്ല. 5 സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഇന്ത്യ സഖ്യം ഇത്തവണ ചെറു പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഗുണം ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് സിക്കർ അടക്കം ബൻസ്വാഡ അടക്കം ചുരു അടക്കം ജുൻജുനു അങ്ങനെ തുടങ്ങിയ പല ശിഖാവടി മേഖലയിലൊക്കെ അവർക്ക് വലിയ സാധ്യത അത് കൊടുക്കുന്നുണ്ട് ഈ ചെറുകക്ഷികളുമായിട്ട്. രണ്ടാമത്തെ കാര്യം BJPയുടെ ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിനെ അത്ര ജനപ്രിയ സർക്കാർ അല്ല. അത് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗെലോട്ടിൻ്റെ സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വലിയ താല്പര്യം ഇപ്പോഴുള്ള ഭജൻലാൽ സർക്കാരിനോടില്ല. അപ്പോൾ അത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജാട്ടുകളുടെ വിഷയം, അവർ പൂർണ്ണമായും BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഗുജ്ജറുകൾ BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ BJPക്ക് എതിരായി നിൽക്കുന്നു. വസുന്ധര രാജ സിന്ധ്യയുടെ വിഷയം നിൽക്കുന്നുണ്ട്. അവരുടെ BJPക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങൾ. ഈ CPM ആ മുന്നണിയിൽ വരുന്നത് എങ്ങനെ ഗുണം ചെയ്യും? കാര്യം കേരളത്തിലൊക്കെ CPM സിക്കർ മണ്ഡലത്തിലാണ് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് അവിടെ വോട്ട് ചോദിക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ സിക്കറിലെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് വോട്ട് ചോദിക്കുന്ന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. അത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ പരിപാടികളിലും ഇയാൾ പങ്കെടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ അവിടുത്തെ പിന്നെ കെ സുധാകരനാണ് ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം അവർക്ക് കിട്ടും. സിക്കറിൽ മിക്കവാറും ഇന്ത്യ മുന്നണി ജയിക്കാനുള്ള CPM സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാജസ്ഥാൻ ഇത്തവണ ഏകപക്ഷീയമല്ല. 5 സീറ്റ് മിനിമം കിട്ടും. ഒരു കാറ്റടിക്കുന്നുണ്ടെങ്കിൽ അത് 10 സീറ്റ് വരെ എത്താം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിനകത്ത് ഈ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയെ ചിട്ടി CM എന്നാണ് പറയുന്നത്. അതായത് ഒരു കത്ത് കൊടുത്ത് CM ആക്കിയ ആള് MLA-മാരുടെ യോഗം വിളിക്കുന്നു. അതിനുശേഷം ആരാണ് ഈ പുതിയ ചീഫ് മിനിസ്റ്റർ ആണെന്ന് പോലും അറിയില്ല. ഇത് വായിച്ച ആൾ ചോദിക്കാണ് ആരാണ് ഈ ഭജൻലാൽ ശർമ്മ. ഇതൊക്കെ ഒരു നേതാവ് ഒന്നാം സ്ഥാനത്ത് ഒരാളില്ലാത്തത് ബാധിക്കുമോ? അതൊരു മോദി എന്നുള്ളതിൽ തന്നെയാണ്. മോദി എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് ചെല്ലുന്ന രാജസ്ഥാനിലാണ്. ആദ്യം തന്നെ ചെല്ലുന്ന ഒരു കർഷകനെയാണ് ഞാൻ ആദ്യമായി കണ്ടു സംസാരിച്ചത്. അയാളോട് ചോദിച്ചു ആരാണ് ഇവിടെ ജയിക്കുക? അപ്പോൾ മോദിയാണ് ജയിക്കുന്നത്. അപ്പോൾ അതിനോട് ചോദിച്ചു ആരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി? അത് അയാൾക്ക് അറിയില്ല. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു സ്ഥാനാർത്ഥി ആരാന്ന് അറിയില്ല. പക്ഷേ മോഡി ജയിക്കും. അങ്ങനെ ഒരു പ്രഭാവം അവർക്ക് ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ രാജസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത മുഖ്യമന്ത്രി ജനം അറിയില്ല എന്നുള്ളത് അല്ല, പൊതുവെ വിഷയമല്ല. രാജസ്ഥാൻ കൂടെ ചോദിച്ചു. നമ്മൾ പ്രധാനമായിട്ട് BJP ഒരു ഭയമായി കാണുന്ന പഞ്ചാബ് ഹരിയാനയുടെ കാര്യം കൂടെ പഞ്ചാബിലേക്ക് വരാം. അതിനുമുമ്പ് നമുക്ക് മധ്യപ്രദേശിലേക്ക് ഒന്ന് പോവാം. മധ്യപ്രദേശിൽ തൗഫീക്ക് പോയിട്ടുണ്ട്. തൗഫീക്ക് നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ മധ്യപ്രദേശ് ഉദ്ധരിച്ചാണ് തുടങ്ങിയത്. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സ്ഥലം. എന്താ മധ്യപ്രദേശിൻ്റെ അവസ്ഥ? വല്ല ഒരു 3-4 സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുമോ? എന്നുള്ളത് ഒരു സാധ്യത എന്നുള്ളത് ഒന്ന് നമുക്കൊരു പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂഡായിരിക്കും. ഇപ്പം ഞാനും ക്യാമറമാൻ സനോജ് കുമാറുമായിട്ടാണ് അവിടെ പോയത്. നമുക്കൊരു വിഷ്വൽ വേണമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കൊടി, ഒരു ബാനർ, എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ആ മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുന്നതെന്ന് അവിടുത്തെ വോട്ടർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ എങ്കിലും വേണമല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒന്നും കാണാറില്ല. പക്ഷെ BJP-നെ കാണുന്നുണ്ട്, കോൺഗ്രസിന്റെ കാണുന്നില്ല എന്നുള്ള. പ്രത്യേകിച്ച് നമ്മൾ ഭോപ്പാലാണ് ചെന്ന് ഇറങ്ങിയത്. ഭോപ്പാൽ ഉൾപ്പെടെ ഒരിടത്തും ഒരു കൊടിതോരണങ്ങളോ പോലും ഒരു പോസ്റ്റർ, ഒരു ഗ്രാമങ്ങളുടെ ചിത്രങ്ങൾ പോലും ഇല്ല. ഗ്രാമങ്ങളിൽ സമാനമാണ്. ഗ്രാമങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാണ്. കുറച്ച് പറഞ്ഞ പോലെ കൊടികൾ കാണാം, കുറച്ച് ഫ്ലെക്സുകൾ കാണാം എന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ ആളുകളുമായി നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് വലിയ ഒരു കുതിച്ചുചാട്ടം കോൺഗ്രസിന് അവിടെ ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ നമുക്ക് മനസ്സിലായത്. കാരണം BJP അവിടെ അത്രയധികം ശക്തി ആർജിച്ചിരിക്കുന്നു എന്നുള്ളത്. ഏറ്റവും മിനിമം എത്ര സീറ്റ് അവിടെ ഇന്ത്യ മുന്നണിക്ക്? നിലവിൽ അവിടെ ഒരു സീറ്റേ കോൺഗ്രസിനുള്ളൂ. ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് തന്നെ കോൺഗ്രസ് വളരെ കഷ്ടിച്ചായിരിക്കും നിലനിർത്തുക. വേറെ തമാശക്കാരുണ്ട്. കാര്യം പ്രചരണത്തിനിടയിലാണ് ഒരു സ്ഥാനാർത്ഥി ഇൻഡോറിൽ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് പോയിട്ട് അയാള് അതെങ്ങനെയായിരുന്നു ആ സംഭവം? അത് രസകരമായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഒരു അവസാന സമയത്തായിരുന്നു അദ്ദേഹം BJP-യിലേക്ക് ചാടിക്കളഞ്ഞത്. അപ്പൊ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJP-യിലേക്ക് സമയം കഴിഞ്ഞു. കോൺഗ്രസ് ആകെ ശൂന്യായി. ഇപ്പൊ എന്ത് ചെയ്യണം? സ്ഥാനാർത്ഥി ഇല്ലാണ്ട അവസ്ഥയായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസിന് വോട്ടൊക്കെ വേണ്ടി വോട്ട് തേടുകയാണ് ഒരു മണ്ഡലത്തിൽ. ഗുജറാത്തിലെ സൂറത്തിലും മധ്യപ്രദേശിലെ ഇൻഡോറിലും. നമ്മുടെ രാജ്യ തലസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തവണ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കുന്നു. 7 BJP-യുടെ കയ്യിലാണ്. വല്ല പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടോ ഡൽഹിയിൽ? നൗഫല് എന്തായാലും 2014-ലും 2019-ലും BJP-ക്ക് തന്നെയായിരുന്നു ഡൽഹിയിൽ
എല്ലാ സീറ്റുകളും നേടി. 2024 അത് ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകളൊക്കെ പുറത്തു. പക്ഷേ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും BJPക്ക് 2019 58% വോട്ടുകളാണ് കിട്ടിയത്. ഇത്തവണ വോട്ടിംഗ് ശതമാനം 58.69%. 2019-നെക്കാട്ടിലും 2% കുറവാണ്. എങ്കിൽ തന്നെ അതെ. അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, നമ്മൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ട്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിവിധ മണ്ഡലങ്ങളിൽ നമ്മൾ പോയി അവരുടെയൊക്കെ പൾസ് മനസ്സിലാക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. കെജ്രിവാളിനെ ഇവിടെ ജയിപ്പിച്ചത് ഓട്ടോറിക്ഷക്കാര്, പാചക തൊഴിലാളികൾ, ക്ലീനിങ് തൊഴിലാളികളൊക്കെയാണ് കെജ്രിവാളിന്റെ ഒരു ശക്തിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വിഭാഗമൊക്കെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും സാധാരണക്കാരായ ജനങ്ങളാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ, അതിപ്പം ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, ആശുപത്രി കാര്യങ്ങൾ, മൊഹല്ല ക്ലിനിക്കുകളടക്കം ആശുപത്രി കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ 2 പ്രാവശ്യം ഇരുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് അദ്ദേഹം കൊടുത്ത വാഗ്ദാനം അതായിരുന്നു. പഞ്ചാബിലും ഡൽഹിയിലും നടപ്പിലാക്കിയ വാഗ്ദാനമാണ്. അതൊക്കെ ഇപ്പോൾ ആ സൗജന്യമൊക്കെ ഇപ്പോഴും തുടരുന്നു. അത് ഇപ്പൊ കോൺഗ്രസ് കൂടി ആ സഖ്യത്തിലേക്ക് വരുന്നു. അപ്പം സാധ്യത കൂടുകയല്ലേ ചെയ്യുന്നു. പക്ഷേ എങ്കിൽ തന്നെയും BSP മത്സരിക്കുന്നുണ്ട്. BSP 7 മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ BSPയും കൂടെ മത്സരിക്കുമ്പോൾ ആ വോട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും BJPക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 52% മുതൽ 57% വരെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് 2014-19. അത് ഇത്തവണയും വർദ്ധിക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പക്ഷേ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലാണ് അവർ ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം BJPയുടെ 7 സിറ്റിംഗ് MP-മാരിൽ 6 പേരെയും മാറ്റിയിട്ടാണ് BJP മത്സരിക്കുന്നത്. അതായത് ഈ MP-മാർ ജനപ്രിയരല്ലാത്തത് കൊണ്ടാണ് മാറ്റിയെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ച് സജു ഒരു നമ്പർ പറ, ഇന്ത്യ മുന്നണിക്ക് എത്ര കിട്ടും, ഇന്ത്യക്ക് എത്ര ആരെങ്കിലും ജയിപ്പിച്ചു കൊടുക്കും. അതായത് ഈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലാണ് ഏറ്റവും ടൈറ്റ് പോരാട്ടം നടന്നത്. നോർത്ത് ഈസ്റ്റ് മണ്ഡലമാണ്. BJPയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. എന്തായാലും എൻ്റെ ഒരു കണക്കുകൂട്ടുകളിൽ 3 സീറ്റുകളിലെങ്കിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. കന്യാകുമാർ ഉൾപ്പെടെ നോർത്ത് ഈസ്റ്റ് മണ്ഡലം ഉൾപ്പെടെ 3 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയം ഉണ്ടാകും. ശരി, അങ്ങനെയാണ് 3 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ അരവിന്ദ് ചോദിച്ച ചോദ്യത്തിലേക്ക് കൂടി പോയിട്ട് വരാം. അതായത് പഞ്ചാബ്, ഹരിയാന കൃത്യമായിട്ട് ചോദ്യമുണ്ട്. എന്താണ്? കാരണം കർഷക സമരവും ഗുസ്തി സമരവും ഏറ്റവും ഗുരുതരമായി BJPയെ ബാധിക്കുക പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ BJP എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ടോ? അപ്പം ബാക്കി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? മലർത്തി അടിക്കോ? മറ്റേ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് എത്താൻ വേണ്ടി കർഷകർ മാസങ്ങളോളം അത് പോയി റിപ്പോർട്ട് ചെയ്തൊരു വിഷമം കൂടി ഇതിലോട്ട്. ഞാനും പോയി പക്ഷെ നല്ല ഇത് കിട്ടും കേട്ടോ. അവിടെ നല്ല ദാൽക്കറിയും ചപ്പാത്തിയും കിട്ടും. അതായത് പഞ്ചാബ്, ഹരിയാന ഈ 2 സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സന്തോഷിക്കാവുന്ന 2 സംസ്ഥാനങ്ങളാവും എന്നാണ് എൻ്റെ ഒരു, കേരളമടക്കം എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഞാൻ പോയെടുത്ത് പഞ്ചാബിൽ പോയി ഇതുപോലെ ഞാൻ പറഞ്ഞു, നമ്മൾ പൾസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പേരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലെ മൈക്ക് ഉപയോഗിച്ചിട്ടും ക്യാമറ ഇല്ലാതെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും രൂക്ഷമായി BJPക്കെതിരെയുള്ള സംസാരം കേൾക്കാൻ കഴിഞ്ഞത് ഈ 2 സംസ്ഥാനങ്ങളിലാണ്. പല ഗ്രാമങ്ങളിലും BJP സ്ഥാനാർത്ഥികളെ കേട്ടിട്ടില്ല. ഞാൻ ചെന്നപ്പോൾ ആദ്യം മനോഹർലാൽ ഖട്ടാറിന്റെ ഇന്റർവ്യൂ ആണ് എടുത്തത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അയാൾ നേരെ സ്ഥാനാർത്ഥി പര്യടനത്തിനാണ് പോയത്. പക്ഷെ ആ പോകുന്ന വഴിക്ക് അയാളെ കർഷകരെ തടഞ്ഞു. കർഷകർ തടയാന്ന് മാത്രമല്ല, തടഞ്ഞു നിർത്തി ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും പ്രഖ്യാപിക്കാത്ത? അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അത്തരം ശക്തമായ രീതിയിൽ കർഷകർ പ്രതിരോധമാണ്. BJP നേരത്തെ അരവിന്ദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ BJP അതിന് മറുതന്ത്രം എന്നുള്ള നിലയ്ക്ക് BJP ചെയ്യുന്നത് മറ്റുള്ള വോട്ടുകളെ പരമാവധി കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുക, വിഭജനത്തിൻ്റെ വേരുകൾ നിക്ഷേപിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ശിരോമണി അകാലിദൾ കൂടി അവരെ കൂടെ ഇല്ലയെന്ന് ഓർക്കണം. അപ്പോൾ BJPക്ക് വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. അതേ അവസ്ഥ തന്നെ ഹരിയാനയിലുമുണ്ട്. ഹരിയാനയിൽ തലസ്ഥാനം ചണ്ഡീഗഡാണ്. അതുകൊണ്ട് പൊതുവിഷയങ്ങളും ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും അല്ലേ? ഹരിയാനയിൽ ഈ BJP സ്ഥാനാർത്ഥിയായി വന്ന പലരും കോൺഗ്രസിന്റെ മുൻ MP-മാരൊക്കെയാണ്. അതൊരു പ്രധാന വിഷയമാണ്. അതായത് ബിട്ടു അടക്കമുള്ളവർ, പഞ്ചാബിൽ ബിട്ടു അടക്കമുള്ളവര്, അതേപോലെ ഹരിയാനയിൽ 1-2 പേര് അങ്ങനെയുണ്ട്. സിംഗിന്റെ ഭാര്യ അവര് മുൻ MP, അവര് മത്സരിക്കുന്നുണ്ട്. ക്യാപ്റ്റന്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പം അതിനേക്കാൾ ഉപരി ഈ വിഷയങ്ങളാണ്. കാരണം അവിടെ ഈ ജാതി, ഈ രാഷ്ട്രീയം, ഇതൊക്കെ വലിയ കർഷകർ, ഇതൊക്കെ വലിയ വിഷയമാണ്. അപ്പം അതെല്ലാം അവിടെ പ്രതിഫലിക്കും. എൻ്റെ ഒരു
എനിക്ക് തോന്നുന്നത് പഞ്ചാബിൽ 10 സീറ്റ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. അതിൽ 8 എണ്ണവും കോൺഗ്രസിൻ്റെതാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഹരിയാനയിൽ 5 സീറ്റെങ്കിലും കോൺഗ്രസ് ഇന്ത്യ. ഹരിയാനയിൽ നിരന്തരം വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ന്യൂഹ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അവിടുത്തെ ആ ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, അവരുടെ മനസ്സ് ആർക്കൊപ്പം ആയിരിക്കും എന്നാണ് ഒരു കണക്ക്. അതല്ല, അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ വരാനാണ് സാധ്യത. അതിലൊരു തർക്കമില്ല. കാരണം അവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് അവിടെ പോയിട്ട് മനസ്സിലായത്. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, പക്ഷെ എനിക്ക് മനസ്സിലായത്. നമുക്കിനി സമയം കുറച്ച് കഴിഞ്ഞ് നമുക്ക് അസം ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അസമിൽ നമ്മൾ 4-5 ദിവസം അസമിൽ ഉണ്ടായിരുന്നു തോഫിക്ക്. എന്താണ് അസമിലെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു അവസ്ഥ, അസമും മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ? നോർത്ത് ഈസ്റ്റ് പൊതുവേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായിട്ടുള്ള അവരുടെ ഒരു വിശാല തട്ടകമെന്ന് നമുക്ക് വേണമെങ്കിൽ അസമിനെ വിശേഷിപ്പിക്കാറുണ്ട് കുറേ നാൾ മുന്നേ വരെ. പക്ഷെ ഇപ്പോൾ അവിടെ നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. തൗഫീക്ക് പോകുന്ന ഷോകാണല്ലോ, മൊത്തം ഷോക. എന്താണ്, എന്റെ പ്രശ്നമാണോ അതോ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നമാണോ എന്ന് അറിയില്ല. പക്ഷെ അവിടെ ഈ പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയും NRCയും തന്നെയാണ് അവിടുത്തെ പ്രധാന. ഞാൻ റിപ്പോർട്ട് ആലോചിക്കാണ്, കാരണം ഒരു വീട്ടിൽ തന്നെ 2 പേരുടെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഒരു കുടുംബത്തിൽ 2 പേരുടെ പേര് ലിസ്റ്റ് ഉണ്ടാവും, 2 പേര്. എന്താണ് പിന്നെ എന്താണ് അവിടുത്തെ ഒരു നിഗമനം? എന്താ കോൺഗ്രസിനും നിലവിൽ അവിടുത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ മുന്നണി അസമിലില്ല എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം. അവിടെ CPM മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ CPM മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി അസമിലെ ബാർപേട്ട ലോക്സഭാ മണ്ഡലത്തിൽ. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് വെസ്റ്റ് ബംഗാൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയം കുറവാണ്. വെസ്റ്റ് ബംഗാളിൽ നമുക്കറിയാം അവിടെ ഇന്ത്യ മുന്നണി 2ആയിട്ട് CPM ഉം കോൺഗ്രസും വേറെ, തൃണമൂൽ വേറെയാണ് മത്സരിക്കുന്നത്. വളരെ ടൈറ്റായ മത്സരമാണ് അവിടെ നടക്കുന്നത്. 3 വിഭാഗവും വളരെ ശക്തമായ പ്രചാരണ രംഗത്തുണ്ട്. പ്രത്യേകിച്ചും BJPയും തൃണമൂലും തമ്മിലുള്ള ഫൈറ്റ് എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തവണ BJPക്ക് അല്പം ഒരു മുൻതൂക്കമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ തവണത്തെ 18 സീറ്റ് ഒരു പക്ഷേ 20-21 സീറ്റിലേക്ക്. അല്ല, നൗഫൽ അദിർ രഞ്ജൻ ചൗധരിയോട് സംസാരിച്ചാണ്. അവിടുത്തെ മമതയുടെ ഏറ്റവും വലിയ വിമർശകൻ എന്ന് പറയുന്നത് അദിർ രഞ്ജൻ ചൗധരിയാണ്. അവർക്ക് BJP അല്ല അവരെ എതിരാളിയായിട്ട് അവിടെ കാണുന്നത്, തൃണമൂലാണ്. മമത ജയിച്ചു കഴിഞ്ഞാൽ BJPയിലേക്ക് പോകുന്നവരെ അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ പല രീതി കോംപ്ലിക്കേറ്റഡ് ആണ് ബംഗാളിന്റെ രാഷ്ട്രീയം. ഏതായാലും സമയം സീറ്റ് കൂടി ഒന്ന് പറഞ്ഞിട്ട്. സീറ്റ് ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് 18 അപ്പുറത്തേക്ക് സീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്, 20 മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല. ഏതായാലും അതെ, മമതയെ കോട്ട തകർക്കാൻ പറ്റില്ല, പക്ഷെ ചെറിയ വിള്ളലുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നേരിട്ട് കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് ശരിയാകാം, തെറ്റാകാം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.